കോഴിക്കോട് വിലങ്ങാട് വനമേഖലയിൽ കുടുങ്ങിയ യുവാക്കൾക്കെതിരെ കേസെടുക്കാൻ വനംവകുപ്പ്. അനധികൃതമായി വനത്തിൽ കയറിയതിനാണ് നടപടി. നിലവിൽ വനം വകുപ്പിന്റെ കസ്റ്റഡിയിലാണ് യുവാക്കൾ. ദിലിഷ തിലകനാണ് കോഴിക്കോട് നിന്ന് ചേരുന്നത്. ദിലിഷ, ഇന്നലെ രാത്രിയോടെയാണ് ഈ സംഭവം. എന്തായാലും 11:45 യുവാക്കളെ സുരക്ഷിതമായി പുറത്തെത്തിക്കാൻ വനം വകുപ്പിന് സാധിച്ചു. ഇവർക്കെതിരെ കേസെടുക്കുന്നുവെന്ന് അറിയുന്നു. ഏതൊക്കെ വകുപ്പുകളാണ് ചുമത്തുക? പ്രവിത ഗോകുൽ, ഇന്നലെ ഏകദേശം വൈകിട്ട് 7 മണിയോട് കൂടിയാണ് വിലങ്ങാട് നാദാപുരം മുടി വനമേഖലയിൽ ഇത്തരത്തിൽ യുവാക്കൾ കയറുന്നത്. അതായത് ഏകദേശം 7 മണിയോട് കൂടി യുവാക്കൾ അവിടെ എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് കരുതുന്നത്. ശേഷം അവിടെ നിന്ന് ആ പ്രദേശത്ത് നിന്ന് തന്നെ വടകര രജിസ്ട്രേഷനിലുള്ള 2 ബൈക്കുകൾ കിട്ടുകയായിരുന്നു. ആ സമയത്താണ് നാട്ടുകാർക്ക് മനസ്സിലാകുന്നത് മുകളിൽ വനമേഖലയിൽ യുവാക്കൾ കുടുങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. മാത്രവുമല്ല, മുകളിൽ നിന്ന് കുട്ടിയുടെ കരച്ചിലും അതുപോലെ തന്നെ ടോർച്ചിന്റെ വെളിച്ചവും ശബ്ദവും കേട്ടതായിട്ടൊക്കെ നാട്ടുകാർ പറയുന്നുണ്ടായിരുന്നു. ഉടൻ തന്നെ വിലങ്ങാട് വനം വകുപ്പിലും അതുപോലെ തന്നെ ഫയർഫോഴ്സിലും വിവരം അറിയിക്കുകയും മണിക്കൂറുകളോളം നീണ്ട തെരച്ചിലായിരുന്നു. രാത്രിയിലെ ഈ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത്, തെരച്ചിൽ എന്ന് പറയുന്നത് അതീവ ദുഷ്കരം തന്നെയായിരുന്നു. കാരണം ഈ കുത്തനെയുള്ള കയറ്റമാണ് ഈ വനമേഖല എന്ന് പറയുന്നത്. ഏതാണ്ട് വയനാട് വനമേഖലയോട് സമീപത്ത് തന്നെ നിൽക്കുന്ന ഒരു പ്രദേശമാണ് ഇത്. മാത്രവുമല്ല, പാറക്കെട്ടുകൾ നിറഞ്ഞ വനമേഖലയിൽ അട്ടശല്യമുണ്ട്, കാട്ടാന ശല്യമുണ്ട്, വന്യജീവികളുടെ ആക്രമണം, ഭീതിയടക്കം നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെയാണ് ഇത്തരത്തിൽ യുവാക്കൾ കയറിയത്. ശേഷം ഏകദേശം 11:45 കൂടി വനംവകുപ്പിന്റെ 12 സംഘങ്ങളായിട്ട് തിരിഞ്ഞുള്ള അന്വേഷണത്തിലൂടെ ഈ വനംവകുപ്പ് ഒരു 11:45 കൂടി യുവാക്കളെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ശേഷം താഴെ ഇറക്കുകയും ചെയ്തു. വനം വകുപ്പിന്റെ കസ്റ്റഡിയിലാണ് 3 യുവാക്കളും ഉള്ളത്. ഇവർ എന്തിന് അവിടേക്ക് പോയി, എന്തായിരുന്നു ഉദ്ദേശം എന്നതടക്കമുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ വ്യക്തത വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് ഇവർക്കെതിരെ കേസെടുക്കാനുള്ള തീരുമാനത്തിലാണ് നിലവിൽ വനം വകുപ്പ് ഉള്ളത്. പ്രവിത. ശരി, ദിലിഷ തിലകനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും വനം വകുപ്പിനെ സംബന്ധിച്ച്, നാട്ടുകാരെ സംബന്ധിച്ച് ഏറെ തലവേദന സൃഷ്ടിച്ച ഒരു സംഭവം കൂടിയായിരുന്നു ഇത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.